ഫ്രണ്ട്സ്, അപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് ഇങ്ങനെയൊക്കെ ഇട്ടിരിക്കുന്നത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ട്? ഞാനൊരു റീൽ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം അതാണ് ഞാൻ ഇങ്ങനത്തെ ഇതൊക്കെ ഓർണമെന്റ്സ് ഒക്കെ ഇട്ടിരിക്കുന്നത്. അപ്പം ഞാൻ വേറൊരു കാര്യം പറയാം, ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. എന്താണെന്ന് വെച്ചാൽ, നമ്മൾ വാച്ച് അവർ കയറാത്തൊരു കുറേ പേരുണ്ടാവും. അപ്പോൾ വാച്ച് അവർ കയറ്റാൻ വേണ്ടി നിങ്ങൾ ഏതെങ്കിലും യൂട്യൂബ്സിനെ സമീപിക്കുന്നുണ്ടോ? അപ്പോൾ അങ്ങനെ സമീപിക്കരുത്. എൻ്റെ ഒരു കൂട്ടുകാരിക്ക് ഉണ്ടായ അനുഭവം ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ, അവളും ഇതേപോലെ ഇവളുടെ ചാനലിലെ വാച്ച് അവർ കയറാത്തതുകൊണ്ട് ഇത്തിരി ഒരു 658 അത്ര കയറി. അത് കഴിഞ്ഞിട്ട് ഇവളെ ഏതൊരു യൂട്യൂബറുമായിട്ട് കോണ്ടാക്ട് ചെയ്തു. അങ്ങനെ അയാളത് കയറ്റി കൊടുത്തു. ശരിക്കും പറഞ്ഞാൽ എത്രയായെന്ന് ചോദിച്ചാൽ 10 ആയിക്കോളും. എന്നിട്ട് ആ വാച്ച് അവർ കയറി. പക്ഷെ ഡോളർ പതുക്കെ ഒരു 6 മാസം 7 മാസം ആയപ്പോഴേക്കും $6 എത്രയോ ഡോളറെ കയറുന്നുള്ളൂ. പക്ഷെ ഇതിനകത്ത് അയാൾ ചെയ്തു കൊടുത്ത ആൾക്കാരെല്ലാം ഏണിങ്സ് കിട്ടാൻ തുടങ്ങിയെന്ന്. കാരണം ഇതിനേക്കാളും മുമ്പ് ചെയ്ത ആൾക്കാർക്ക് വരെ ഏണിങ്സ് കിട്ടാൻ തുടങ്ങി. അല്ലെങ്കിൽ ഇവളെക്കാളും ഇപ്പൊ ഇവള് ഈ മാസമാണ് ചെയ്തതെങ്കിൽ, ഇത് കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞാണ് വേറെയുള്ള ചെയ്തതെങ്കിൽ അയാൾക്കും ഇതേപോലെ ഏണിങ്സ് കിട്ടാൻ തുടങ്ങിയെന്ന്. പക്ഷെ ഇവൾക്ക് മാത്രം അത് കിട്ടുന്നില്ല. എന്താണെന്ന് ഒന്നും അറിയത്തില്ല. അപ്പോൾ അയാളുമായിട്ട് അങ്ങനെ വേറൊരു യൂട്യൂബറുമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ചപ്പോൾ ഈ വാച്ച് അവർ കയറ്റിയത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് പറഞ്ഞു. നമ്മുടെ ചാനൽ ഫ്രീസ് ആയി പോയത്രേ. അപ്പോൾ അങ്ങനെ ആയിക്കഴിഞ്ഞപ്പോൾ അവൾക്ക് എന്താ ചെയ്യണം എന്നറിയില്ല. അപ്പോൾ ഇയാള് പറഞ്ഞ അനുസരിച്ച് മറ്റേ ഇത് കയറ്റി തന്ന ആളോട് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്ത് സംസാരിക്കുകയൊക്കെ. ഷൗട്ട് ചെയ്തെന്ന് പറഞ്ഞാൽ അത്ര ഷൗട്ട് ഒന്നുമല്ല, എന്താണ് നിങ്ങൾ ചെയ്തത് അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് സംസാരിച്ചു. അപ്പോൾ നിങ്ങൾ ഡെയിലി വീഡിയോസ് ഇടുക. ഈ മറ്റേ പരസ്യം കയറുന്നതനുസരിച്ച് നമുക്ക് ഡോളർ കയറുന്നു. അത് വെറുതെ പറയുന്നത്. പരസ്യം കയറുന്നതനുസരിച്ചൊന്നും ഡോളർ കയറാൻ പോകുന്നില്ല. അപ്പൊ നമ്മുടെ വീഡിയോന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഡോളർ കയറുന്നതെന്ന് പറഞ്ഞു. വ്യൂസിനനുസരിച്ചാണ് നമ്മുടെ ഏണിങ്സ് കിട്ടുന്നത്. ഡോളർ കയറുന്നത് അങ്ങനെയാണ്. അപ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ ചതിയിലൊന്നും പെടരുത്. എങ്ങനെയെങ്കിലും കയറുവാണെങ്കിൽ കയറട്ടെ. നാച്ചുറൽ ആയിട്ട് ഓർഗാനിക് ആയിട്ട് കയറുന്നതാണ് ഏറ്റവും നല്ലത്. അല്ലാതെ കയറ്റുവാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ കഷ്ടപ്പെടും, പെട്ടുപോകും. ഇപ്പൊ ആ ചാനൽ എങ്ങനെയെങ്കിലും ഫീസ് ഒന്ന് മാറ്റി ഇതാക്കാൻ വേണ്ടി അവൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് ഒരു വേറെ യൂട്യൂബറിനെ കണ്ടു എന്ന് പറഞ്ഞില്ലേ, ആ യൂട്യൂബർ തമിഴിലൊക്കെ ഉണ്ടാക്കിയിട്ട് നല്ലൊരു ഇതാക്കി തരാന്ന് പറഞ്ഞു. അങ്ങനെ ഇതാക്കി തരാന്ന് ചെയ്തു തരാം 10 ദിവസത്തിനുള്ളിൽ ഇത്ര രൂപ എന്ന് പറഞ്ഞാൽ ഒരു 4000 രൂപ മേടിച്ചിട്ട് അങ്ങനെ ചെയ്തു കൊടുത്തപ്പോ എന്തായി, ഒട്ടും വ്യൂസ് ഇല്ലെന്ന് പറഞ്ഞാൽ ഒട്ടും വ്യൂസ് ഇല്ല. എന്താന്ന് അറിയില്ല. നല്ല ഇതായിട്ട് പോകുന്നല്ല, എന്നാലും ഒരു ആവശ്യത്തിന് ഈ ഷോർട്ടിനും ഇതിനൊക്കെ ഒരു 10 ഒരു 150 കൂടുതൽ എന്തായാലും വ്യൂസ് എല്ലാത്തിനും വരുന്നില്ലേ. ഇത് അതുപോലില്ല. 1 2 3 അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ശരിക്കും പറഞ്ഞാൽ എന്താ, തമിഴിന് കൊള്ളത്തില്ല. തമിഴ് എന്തോ രീതിയിലൊക്കെയാണ് എന്താ പറയാ, എന്തോ രീതി എനിക്ക് കാണിച്ചു തരണമെന്നുണ്ട്. പക്ഷെ കാണിച്ചു തരാൻ അവള് സമ്മതിക്കാത്തത് കൊണ്ടാണ് ഞാൻ കാണിച്ചു തരാത്തത്. അങ്ങനെ കാണിച്ചു തരാനും പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെ ചെയ്തത് കൊണ്ട് എന്തായി, അവൾക്ക് വല്ലാണ്ട് ദേഷ്യവും സങ്കടവും ഇതൊക്കെ വന്നു. അങ്ങനെ അയാളോട് പൈസ ചോദിച്ചപ്പോൾ തന്നില്ല. ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് പറയുന്ന കേൾക്കണം, കഷ്ടപ്പെട്ടാണ് ചെയ്തതെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഡയലോഗ് അടിക്കലായിരുന്നു. കാരണം നമുക്ക് ഒരാൾക്ക് ഒരു കാര്യം നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ അത് നമുക്ക് തൃപ്തികരമായിട്ട് അയാൾ ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് അയാളോട് പൈസ വാങ്ങിയിട്ട് അയാൾ ഇതൊക്കെ ചെയ്തത് ആ പൈസ മാത്രം കൊടുത്തിട്ട് ബാക്കി പൈസ നമുക്ക് തിരിച്ച് മേടിക്കാം. ഇതിനൊക്കെ വകുപ്പുകളൊക്കെ ഉണ്ട്. അത് ചോദിച്ചിട്ടാണ് അവളോട് വല്ലാണ്ട് ഷൗട്ട് ചെയ്ത് സംസാരിക്കുകയാണ് ചെയ്തത്. അങ്ങനെ ഇവള് വേറൊരു യൂട്യൂബറുമായിട്ട് കോണ്ടാക്ട് ചെയ്തു. അപ്പൊ അയാള് ഇങ്ങനെ സംസാരിച്ച് അവളോട് പറഞ്ഞ് ഇങ്ങനെ വിളിച്ച് പറയണം, ഇങ്ങനെ ചെയ്യണം, അങ്ങനെ ആക്കണം, സ്റ്റേറ്റ് പോലീസിനെ അറിയിക്കും, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് അയാളുടെ അടുത്തുനിന്ന് പൈസ മേടിച്ചത്. യൂട്യൂബേഴ്സ് ഏതാണെന്ന് ഞാൻ പറയത്തില്ല, കാരണം അങ്ങനെ പറയാൻ പാടില്ല. ഒരു യൂട്യൂബർ അങ്ങനെ പേര് വെളിപ്പെടുത്തി പറയാൻ പാടില്ലല്ലോ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇത്രയും കാര്യം പറഞ്ഞത്. അപ്പൊ ദയവായി നിങ്ങൾ വാച്ച് അവർ കയറ്റാൻ നോക്കരുത്. അഥവാ വാച്ച് അവർ കയറ്റുവാണെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കുക. അതും പോരാതെ ഇങ്ങനെ തമിഴിലൊക്കെ നമ്മൾ ഉണ്ടാക്കിയാൽ മതി. നമ്മൾ മറ്റുള്ള ആശ്രയിച്ച് പോയി
ആശ്രയിച്ച് കഴിഞ്ഞാൽ പോയി എന്ന് പറയാം. അപ്പോൾ നിങ്ങൾ അതൊന്ന് ശ്രദ്ധിക്കണം. ഇതെൻ്റെ കൂട്ടുകാരിക്കുണ്ടായ അനുഭവമാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളും ഇതേപോലെയുള്ള ചതിക്കുഴിയിലേക്ക് വീഴാൻ നോക്കണം. എല്ലാവരും ഏണിങ്സ് ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണ് ഈ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത്. പാഷനായിട്ട് ഉള്ളവർ ഇത്തിരി പേരേ ഉള്ളൂ, എണ്ണാവുന്ന മാത്രം പേരേ ഉള്ളൂ. ഏണിങ്സ് ഉണ്ടാക്കാൻ വേണ്ടി മാത്രം ചെയ്യുന്നതാണ് ഈ യൂട്യൂബേഴ്സ്. അപ്പോൾ യൂട്യൂബർ എന്ന് പറയും. അപ്പോൾ ആ യൂട്യൂബർ തന്നെ അവരും ഏണിങ്സ് ഉണ്ടാക്കാൻ വേണ്ടി തന്നെയാണ് അത് ചെയ്യുന്നത്. അപ്പോൾ ഏതെങ്കിലും വഴിക്ക് ഇതേപോലെ ഇതൊക്കെ ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് പൈസ കിട്ടുവാണെങ്കിലോ ചിലവർ പൈസ കൊടുക്കില്ല. പിന്നെ നമ്മൾ നല്ല സ്ട്രോങ് ആയിട്ട് നമ്മുടെ ഭാഗത്ത് ന്യായമുണ്ടെങ്കിൽ നല്ല സ്ട്രോങ് ആയിട്ട് നിന്നാൽ നമുക്ക് നമ്മുടെ പൈസ തിരിച്ചു കിട്ടും. അതുകൊണ്ട് നിങ്ങൾ ദയവേത് ഇതേപോലെ ഒന്നും ചെയ്യരുത്. എനിക്ക് ഇത്രയേ ഉള്ളൂ പറയാനുള്ളൂ. ഇനി അടുത്ത വീഡിയോയിൽ ഇതിനേക്കാൾ വേറെ കാര്യങ്ങളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. താങ്ക് യു.